ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1924. ഇന്ന് ഏപ്രിൽ മാസം 7-ാം തീയതി, 97-ാമത്തെ ദിവസത്തിലെത്തി. കാഴ്ചയുണ്ടോയെന്ന് ചോദിച്ചാൽ കാഴ്ചയൊക്കെ ഉണ്ട്. കാണുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ കാണുന്നുണ്ട്. എന്താണ് കാണുന്നത്? കാണുന്നത് കാണേണ്ടത് തന്നെയാണോ എന്ന് ചോദിക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ ഉൾക്കാഴ്ചയില്ലാതെ പോകുന്നു. അതൊരു വലിയ വൈകല്യം തന്നെയാണ്. കാണേണ്ടതിന് നമ്മൾ കാണാതെ വിടുകയും അവഗണിച്ച് കളയുകയും കാണരുതാത്തതിൻ്റെ ഒക്കെ പിന്നാലെ നമ്മളിങ്ങനെ ആർത്തിയോടുകൂടി അലയുകയും ചെയ്യുക. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ഒരു സങ്കടം നമ്മളോട് പങ്കുവെക്കുന്നു. നമ്മളെ പ്രതിയുള്ള കർത്താവിൻ്റെ സങ്കടമാണ്. ലോകത്തിനൊരു വലിയ ശിക്ഷാവിധി വന്നു കഴിഞ്ഞെന്നാണ് പറയുക. ലോകത്തിന് എന്തോ ഒരു വലിയ ശിക്ഷാവിധി വന്നു കഴിഞ്ഞത്. അതെന്തെങ്കിലും ആവട്ടെ, എന്ത് അകൃത്യം ചെയ്തതിൻ്റെ പേരിലാവാം ലോകത്തിനൊരു കഠിനമായ ശിക്ഷാവിധി വന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 19-20 വരുമ്പോൾ അകൃത്യം എന്താണെന്ന് വ്യക്തമാവുന്നുണ്ട്. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. ശരിക്കും വെളിച്ചത്തെ വെറുക്കുകയും ഇരുട്ടിനെ സ്നേഹിക്കുകയും ചെയ്തു എന്നൊരു വലിയ അകൃത്യം എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണവും നമ്മുടെ കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതാണ്. തിന്മ പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തെ വെറുക്കുന്നു. അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു, അവനിൽ വെളിച്ചമുണ്ട്. ഇതിൽ കൂടുതൽ ഈ വചനമൊന്നും വിശദീകരിക്കേണ്ട ബാധ്യതയോ ആവശ്യമോ ഇല്ല. എല്ലാം വളരെ വ്യക്തമാണ്. കുറെ കൂടി വെളിച്ചത്തെ സ്നേഹിപ്പാനായിട്ട് ഈ ചെറു ജീവിതത്തെ കുറെ കൂടി യേശുവാകുന്ന വെളിച്ചത്തിലേക്കൊന്ന് മാറ്റിപ്പിടിക്കാനും നിർത്താനുമൊക്കെ ആയിട്ട് കുറെ കൂടി ധൈര്യം നമുക്ക് ആവശ്യമാണ്. ആ ധൈര്യം സംഭരിപ്പാനായിട്ട്, സമ്പാദിക്കാനായിട്ട് ഈ നോമ്പിൻ്റെ നാളുകൾ ഒന്ന് പ്രയോജനപ്പെടുത്താവൂ. ആ അർത്ഥത്തിൽ ഇതൊരു പരിശീലന കാലവും കൂടിയാണ്. എപ്പോഴാണ് എൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി വെട്ടമുണ്ടാവുക? യേശുവാകുന്ന വെട്ടം എപ്പോഴാണ് എന്നെ ഒന്ന് പൊതിഞ്ഞു നിൽക്കുക? ദൂരേന്ന് വരുന്നത് ആ വ്യക്തമായ രൂപം ഒരു മനുഷ്യൻ്റേതാണെന്ന് ഞാൻ ആദ്യം തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോൾ, പിന്നീട് കുറച്ചുകൂടി വ്യക്തത വരുമ്പോൾ, അയ്യോ അതെൻ്റെ സ്നേഹിതനാണെന്ന് ബോധ്യപ്പെടുന്നു, അയ്യോ അതെൻ്റെ സഹോദരനാണെന്ന് ഏറ്റുപറയാനായിട്ട് ധൈര്യമുണ്ടാകും. അപ്പോഴാണ് എനിക്ക് വെട്ടമുണ്ടാവുക, എൻ്റെ ഉള്ളിൽ കാഴ്ചയും ഉൾക്കാഴ്ചയും നിറയുക. അങ്ങനെ ഒരു നല്ല കാലം സ്വപ്നം കാണാനെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുങ്ങാം. ആമേൻ.